ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും ഇല്ല കേട്ടോ. ഇനി നമ്മൾ നാളെ കാണേണ്ടവരാണ്. എങ്കയോ പാത്ത മാതിരി രണ്ട് ചോദ്യങ്ങൾ, രണ്ടും കൂടെ ഒറ്റ ഉത്തരം തന്നാൽ. അതായത് രണ്ട് ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം പറയണം. എങ്ങനെയാണല്ലോ ഇല്ല, അതാണ് സത്യം. ശരിക്കും തിയേറ്റർ കുലുങ്ങേണ്ടതാണ്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല. ഇതിലെല്ലാം ഉണ്ട്. ഫൈറ്റ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ആക്ഷൻ, പിന്നെ എന്താണ്, ദേഷ്യം, പ്രണയം, അസൂയ, കുശുമ്പ്, ചതി. തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ആ സിനിമ. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ഉള്ള സിനിമയാണ്. അത്തരത്തിൽ താല്പര്യമുള്ളവർക്ക് ആദ്യം ഇടിച്ചു കയറി കാണുന്ന സിനിമ തന്നെയാണ്. അനുരാഗ് കശ്യപ് എന്നൊരു ആൾ, അദ്ദേഹമാണ് ഇത് ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തിരിക്കുന്നത് ഈ സിനിമ, എൻ്റെ വോയിസ് കൊടുത്തിരിക്കുന്നത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനൊരു ഫിലിം ഞാൻ കണ്ടിട്ടില്ല. പെട്ടെന്ന് ആൾക്കാർ പലരും എന്നോടും ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇത് സിനിമ ഉണ്ടോ ഇല്ല എന്നുള്ളത് സിനിമ കണ്ടിട്ടല്ലേ തീരുമാനിക്കുന്നത്. ഇല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കിലാണ് ഡിഫൈൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. അയാൾ നല്ല ആളാണ്, പക്ഷേ അയാൾക്ക് അത്തരം ചില കാര്യങ്ങളുണ്ട്. ആ കാര്യം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോഴാണല്ലോ ഒരു സൗഹൃദം ഉണ്ടാകുന്നത്. ലിജോയായിട്ട് ഒരുപാട് കഥകൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരാളല്ല. ഒരു കുറച്ചുകൂടെ വേറൊരു തരത്തിലുള്ള ഒരാളാണ്. ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റുന്ന ഒരുപാട് വായിക്കുന്നത് കൊണ്ടാണ്. അതിലും കൂടുതൽ സ്നേഹത്തിന് വാല്യൂ കൊടുത്താൽ വളരെ സുഖമായിട്ട് മലൈക്കോട്ടെ വാലിബനായിട്ട് നടക്കാം. വെൽക്കം. മലയാളത്തിൻ്റെ ലാലേട്ടനും വാലിബൻ ടീമുമാണ് എൻ്റെ കൂടെയുള്ളത്. സ്വാഗതം, 4 പേർക്ക് സ്വാഗതം. ലാലേട്ടാ, നമ്മൾ മരക്കാർ സിനിമയൊക്കെ രാത്രി 12 മണിക്ക് നമ്മൾ കണ്ടിട്ടുണ്ട്. അതുപോലെ ഫാൻസിനൊപ്പം ഇടിച്ചു കുത്തി രാവിലെ 6 മണിക്കത്തെ ഷോ കാണേണ്ട ഒരു സിനിമയാണ് വാലിബൻ. കാണേണ്ട ഒരു സിനിമയാണ് വാലിബൻ. കാര്യം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ കഷ്ടപ്പെട്ട് ഇത്തരത്തിലൊരു സിനിമ എടുത്തിരിക്കുന്നത്. ആദ്യമായിട്ട് കാണുക എന്ന് പറയുന്നൊരു ത്രില്ല് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഈ സിനിമ കാണണം. കാര്യം ഇത്രയും പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു സിനിമ എന്താണെന്ന് അറിയാനുള്ള വ്യഗ്രത ഉണ്ടാവുമല്ലോ. അതുകൊണ്ട് തീർച്ചയായിട്ടും അങ്ങനെ പ്രതീക്ഷയുള്ള ഒരാൾക്ക് കാണാൻ പറ്റിയ സിനിമയായിരിക്കും. അതിൽ നിരാശപ്പെടേണ്ടി വരില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. കാര്യം 1 വർഷമായി ഞങ്ങൾ ഈ സിനിമയുടെ പുറകെ സഞ്ചരിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ സിനിമയുടെ ബാക്കി കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം, വളരെ വ്യത്യസ്തത പുലർത്തുന്ന ഒരു സിനിമയാണ്. അതിൻ്റെ കോസ്റ്റ്യൂം ആയാലും അതിൻ്റെ ഒരു ഡിസൈനിങ് അല്ലേ, അതിൻ്റെ പോസ്റ്റർ ഡിസൈനിങ് ആയാലും അതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാർ വളരെ പരിചിതമായ മുഖങ്ങളൊന്നുമില്ല. ഒരുപക്ഷെ ഞാനും ഹരീഷും മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റവരൊക്കെ പ്രസിദ്ധരായ ആൾക്കാരാണ്, പക്ഷേ മറ്റ് ഭാഷകളിലാണ്. ഇപ്പോൾ മനോജ്, അദ്ദേഹം പുതിയതായിട്ട് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് ഒരുപാട് പേർക്കറിയാം. അദ്ദേഹം ഒരു നല്ല നർത്തകനാണ്, ഒരുപാട് ഫാൻ ഫോളോയിങ് ഉള്ള ഒരാളാണ്. പക്ഷേ സിനിമയിൽ വന്നിരിക്കുന്നത് ആദ്യമാണ്. പക്ഷേ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നതാണ് ഇതിൻ്റെ അകത്തെ ഒരു ബ്രില്യൻസ്. കാര്യം ഈ സിനിമ കണ്ടിറങ്ങുമ്പോൾ ഈ റോൾ ഇയാളല്ലാതെ വേറൊരാൾക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് കാസ്റ്റിംഗ് ഒക്കെ വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്തെ എല്ലാ കാര്യങ്ങളും, അതിൻ്റെ അകത്തെ പാട്ടുകൾ വളരെ ഡിഫറെൻ്റാണ്, ആക്ഷൻ വളരെ ഡിഫറെൻ്റാണ്, ഷൂട്ട് ചെയ്തിരിക്കുന്ന രീതി, ഒരു സാധാരണ സിനിമയുടെ ഗ്രാമറൊക്കെ മാറിയിട്ടാണ് ഇത്രയും വലിയൊരു വൈഡ് സ്പെക്ട്രത്തിലാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് ആയിരിക്കും ആ സിനിമ. നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ഉള്ള സിനിമയാണ്. അതിൻ്റെ കളേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ പ്രത്യേകതയുള്ള സിനിമയാണ്. ഒരു സിനിമയെപ്പറ്റി വളരെ വിശദമായിട്ട് പഠിക്കുന്ന ഒരാൾക്ക് ഒരുപാട് അറിവുകൾ കിട്ടുന്ന ഒരു സിനിമയായിട്ട് വേണമെങ്കിൽ ഈ സിനിമയെ കാണാം. അത്തരത്തിൽ താല്പര്യമുള്ളവർക്ക് ആദ്യം ഇടിച്ചു കയറി കാണുന്ന സിനിമ തന്നെയാണ് വാലിബൻ. ലാലേട്ടൻ തിയേറ്ററിൽ വന്ന സിനിമ കാണുന്നുണ്ട്. നമ്മൾ മരക്കാർ കണ്ടപ്പോൾ അത്ര ലാലേട്ടനൊപ്പമാണ് ഞങ്ങൾ എറണാകുളത്തുള്ള എല്ലാവരും സിനിമ കണ്ടത്. ഈ സിനിമ കാണാൻ ലാലേട്ടൻ തിയേറ്ററിലേക്ക് വരാൻ സാധ്യതയുണ്ടോ? ഞാൻ ഇവിടെ ഇല്ല, ഞാൻ പുറത്താണ്. ഞങ്ങൾ ഒന്ന് ദുബായിൽ പോയിട്ട് അവിടുന്ന് US പോകും. ഇപ്പോൾ പറയേണ്ട, അല്ലെങ്കിൽ എൻ്റെ അടുത്ത സിനിമയുടെ ഷൂട്ടിംഗ് അവിടെയാണ് നടക്കുന്നത്, എമ്പുരാൻ. അത് UK നടക്കുന്നത്. അവിടുന്ന് ഷിഫ്റ്റ് ചെയ്തവർ US പോകും. അപ്പോൾ അതുകൊണ്ട് കാണണം എന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ ഇത് എവിടെയെങ്കിലും വെച്ച് ഞാൻ കാണും. നമുക്ക് US റിലീസ് ഉണ്ടല്ലോ ഈ സിനിമ. ഇത് വേൾഡ് വൈഡ് റിലീസാണ് ഈ സിനിമ. സർ, ഇത് രാഷ്ട്രീയത്തിൽ നിന്നും സിനിമയിലേക്കാണ്. ഇപ്പോൾ തമിഴ്നാട്ടിൽ രാഷ്ട്രീയവും സിനിമയെന്ന് പറഞ്ഞ ഒരമ്മ പെറ്റ മക്കളാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ അങ്ങനെ അധികം പതിവുകളില്ല, കുറവാണ്. അപ്പം ലാലേട്ടനോടുള്ള ഒരു സൗഹൃദം മാത്രമാണോ ഈ സിനിമയ്ക്കിടെ നിർമ്മാതാവാനാണോ ഉണ്ടായ പ്രചോദനം? എന്താണ് ശരി? പ്രചോദനം അത് മാത്രമാണ്. ഞാനൊരു സിനിമാ നിർമ്മിതാവായി ഈ രംഗത്തേക്ക് വന്നതല്ല. മോഹൻലാൽ എന്ന സുഹൃത്തിൻ്റെ ഒരു പടം ചെയ്യുന്ന ഒരു ആഗ്രഹത്തിൽ നിന്ന് ഇതിലേക്ക് വന്നതാണ്. പിന്നെ രാഷ്ട്രീയം, ഞാൻ സിനിമ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇതിനൊരു ബിസിനസ്സായി തന്നെ കാണുന്നു. എന്നെ ഓക്കുപ്പൈഡ് ആയിരിക്കാൻ വേണ്ടിയുള്ള ഒരു ബിസിനസ്. ഈ രാഷ്ട്രീയത്തിലുള്ളവർ മറ്റൊന്നിനും കൊള്ളത്തില്ല എന്ന തോന്നൽ പലർക്കും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് മറ്റെന്തെങ്കിലും പോകുമ്പോൾ അതിനകത്തൊരു സർപ്രൈസ് ആയിട്ടുള്ളത്. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. ഇതെല്ലാം മൾട്ടി ടാസ്കിങ് ചെയ്യാൻ സാധിച്ചാൽ അത്ര നല്ലത് എന്നുള്ള നിലയിൽ തന്നെ. ഞാൻ പറഞ്ഞത് കേരളത്തിലെ മാത്രമാണ് ഈ സിനിമയും പൊളിറ്റിക്സും ക്ലോസ്ലി നിറ്റഡ് അല്ലാത്തത്.
അതെ അതെ അതെ, കേരളത്തിൽ അതല്ല, ബാക്കി എല്ലായിടത്തും സിനിമയിൽ നിന്ന് പൊളിറ്റിക്സിലേക്ക് പോകുന്ന, അതാണ് ഞാൻ ഒരമ്മയുടെ മക്കളാണ് രണ്ടും. സിനിമയിൽ നിന്ന് പൊളിറ്റിക്സിലേക്ക് പോകുന്ന അത്രയ്ക്ക് ക്ലൗട്ട് ഫീൽഡ് ചെയ്യുന്നവരായിട്ട് ഇത് വരുന്നുണ്ട്. ഇതങ്ങനൊന്നുമല്ല. ഇത് ഒരുപാട് രാഷ്ട്രീയത്തിലുള്ളവരും സിനിമാ നിർമ്മാതാക്കളാണ്. അപ്പോൾ അവിടെ അവിടെ ഉണ്ട്, ഒരുപാട് പേരുണ്ടല്ലോ. പറഞ്ഞാൽ ഇവിടെ മാത്രമേ അത്തരത്തിൽ, ഒരുപക്ഷെ ഷിബു ആയിരിക്കും ആദ്യമായിട്ട് വന്ന ഒരു പുതിയ പാത വെട്ടി തുറന്നു കൊടുക്കുന്നത്. ഒരുപാട് പേര് ഇനിയും പറയട്ടെ. ലാലേട്ടാ, ഇപ്പം സാറ് പറഞ്ഞു ലാലേട്ടനുമായിട്ടുള്ള സൗഹൃദമാണ് ഈ സിനിമയുടെ നിർമ്മാതാവായത്. അപ്പം ഡിഫൈൻ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ എന്ത് പറയും? അല്ല, ഒരു സുഹൃത്തെന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും അല്ലേ. നമുക്ക് എല്ലാത്തിനും നമ്മുടെ കൂടെ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഷിബു എൻ്റെ സുഹൃത്തായിട്ട് 40 വർഷമായി അല്ലേ. അപ്പോൾ എല്ലാം എനിക്ക് നല്ലതാണ്. അദ്ദേഹത്തിന് ചീത്ത എന്ന് വേറൊരാൾ തെറ്റെന്ന് വിചാരിക്കുന്ന പോലെ എനിക്ക് നല്ലതായിട്ട് മാറുമ്പോഴാണ് സൗഹൃദം ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ നമ്മളിലുള്ളൊരു തെറ്റ് ചൂണ്ടിക്കാണിച്ച് അതിനെ കറക്റ്റ് ചെയ്യുമ്പോഴാണ് നല്ല സൗഹൃദം. പലരും അങ്ങനെ ചെയ്യാറില്ല അല്ലേ. അയാൾ നല്ല ആളാണ്, പക്ഷേ അയാൾക്ക് അത്തരം ചില കാര്യങ്ങളുണ്ട്. ആ കാര്യം കൂടെ ഉൾക്കൊണ്ടുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കുമ്പോഴാണല്ലോ ഒരു സൗഹൃദം ഉണ്ടാകുന്നത്. അപ്പോൾ അത്തരത്തിൽ 40 വർഷമായിട്ട് ഒരുമിച്ച് സഞ്ചരിക്കുന്ന ആൾക്കാരാണ് ഞാനും ഷിബുവിൻ്റെ ഫാമിലിയും ഒക്കെ. അപ്പം ആ ഒരാൾ നമ്മളോട് സിനിമ ചെയ്യാൻ വന്ന് ചോദിക്കുമ്പം എന്താ കുഴപ്പം? ഒരുപാട് സിനിമയുടെ സെറ്റിൽ എൻ്റെ അവിടെ സഞ്ചരിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരുപാട് യാത്രകൾ നടത്തിയിട്ടുണ്ട്. പിന്നെ ഒരു മോശം സിനിമയ്ക്ക് വേണ്ടിയിട്ടല്ല അദ്ദേഹം വന്നത്, ഒരു വലിയ സിനിമ ചെയ്യാൻ തയ്യാറായിട്ടാണ് വന്നത്. ഇതിൽ നിന്ന് കുറേ പൈസ ഉണ്ടാക്കിയിട്ട് ഓടിക്കളയണം എന്നുള്ള രീതിയിലല്ല, വളരെയധികം സ്പെൻഡ് ചെയ്ത് ആ സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാവിധ കാര്യങ്ങളും ചെയ്ത് അതിനെ ഒരു ഏറ്റവും വലിയൊരു സക്സസ്ഫുൾ സിനിമയാക്കണമെന്ന് ആഗ്രഹിച്ച് തന്നെയാണ് അവർ വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതിൽ വേറെ ഒരു നോ പറയേണ്ട കാര്യമില്ല. ആ സൗഹൃദത്തിന് ഒരു കുഴപ്പം ഉണ്ടാകേണ്ട കാര്യമില്ല. പിന്നെ എപ്പോഴും എല്ലാം അങ്ങനെയാണല്ലോ, ഒരു സക്സസ്ഫുള്ളാകാൻ വേണ്ടിയിട്ടാണല്ലോ ശ്രമിക്കുന്നത്. അതൊരു സക്സസ്സിലേക്കാവുമ്പോഴും അതിലേറ്റവും ഭയങ്കര രസകരമായിട്ട് മാറും. ടിനുവായിരുന്നു ഇന്നലെ പ്രസ് മീറ്റിലാകെ ലാലേട്ടനെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയത്, അറിയോ? ലാലേട്ടൻ്റെ ഇൻ്റർവ്യൂവിൽ തിയേറ്റർ കുലുങ്ങുമെന്ന് പറഞ്ഞ് ചോദ്യങ്ങൾ മുഴുവൻ അതാണ്. ലാലേട്ടൻ്റെ ഒരു വിധത്തിൽ അതറിയില്ല ആവും എന്നൊക്കെ പറഞ്ഞ് എസ്കേപ്പ് ചെയ്യാണ് ചെയ്തത്. കണ്ടായിരുന്നു പ്രസ് മീറ്റ്? ശരിക്കും തിയേറ്റർ കുലുങ്ങില്ല? ലാലേട്ടൻ ഇരുത്തിക്കൊണ്ട് തന്നെ ചോദിക്കാം. കുലുങ്ങേണ്ടതാണ്. അതിനെക്കുറിച്ച് എനിക്കറിയില്ല, എനിക്കും അറിയില്ല. ഇതിപ്പോൾ ഓരോരുത്തർ കാണുന്നത് പെർസ്പെക്റ്റീവിലാണല്ലോ. അപ്പോൾ എനിക്ക് സിനിമ ആസ്വാദനം എന്ന രീതിയിൽ ഞാൻ ഇപ്പം നേരത്തെ പോയി ചോല ഫസ്റ്റ് ഷോ ഒക്കെ കാണുന്ന ആളാണ് ഞാൻ. അപ്പോൾ അങ്ങനെ ഒരു ആവേശത്തിൽ സിനിമ കാണുന്ന ഒരാളാണ്. അപ്പോൾ ആ രീതിയിൽ ഞാൻ ഇതിന്ന് കണ്ടപ്പം എനിക്കങ്ങനെ തോന്നി. അപ്പോൾ അത് ഞാൻ പറഞ്ഞു. ഓക്കെ, മനോജ് നർത്തകനായിരുന്നു എന്ന് പറഞ്ഞു. അപ്പം ഇതിലേക്ക് ഒരു കാസ്റ്റിംഗ് ഒക്കെ എങ്ങനെയായിരുന്നു? ലിജോ ചേട്ടൻ നേരിട്ട് വിളിക്കുകയാണോ ചെയ്തത്? ഇല്ല, വേറൊരാൾ വഴിയാണ് ഞാൻ ഇതിലേക്ക് വന്നത്. അപ്പോൾ ഓഡിഷൻ വെച്ച് ഇതിലോട്ട് വന്നതാണ്. മനോജിന്റെ ഒരു സിനിമ ലിജോ ചേട്ടൻ കണ്ടിട്ടുണ്ട്, അത് റിലീസ് ആയിട്ടില്ല. മുൻപോക്ക് എന്ന് പറഞ്ഞാണ് എൻ്റെ ആദ്യ സിനിമ. അത് ലിജോ സാർ കണ്ടിട്ടാണ് എന്നെ ഇതിലേക്ക് വിളിക്കുന്നത്. അതൊരു 90s കാലഘട്ടം പറയുന്ന സിനിമ. അത് കണ്ടിട്ടാണ് വിളിക്കുന്നത്. ലാലേട്ടൻ ഇന്നലെ പ്രസ് മീറ്റിൽ ലാലേട്ടൻ പക്ഷെ പറയുന്നത് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ മനോജിനെ അവിടെ വന്നിട്ട് കണ്ടിട്ട് പിന്നെ ഇങ്ങനെ കാണുന്ന ഈ അടുത്താണ് കാര്യം. മറ്റേ രാവിലെ ഇവര് ഇട്ടിട്ട് ഞങ്ങൾ ഏതൊരു വർഷം എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്ന അതേ നമ്മൾ തിരിച്ചു വന്നാലും അതേപോലത്തെ ഒരു സ്ഥലത്താണ് താമസിക്കുന്നത്. അപ്പോഴത്തേക്ക് രാത്രി എല്ലാവരും അങ്ങ് കിടന്നുറങ്ങും. പിന്നെ രാവിലെ നമ്മൾ ചെല്ലുമ്പോഴും വീണ്ടും ഇതേ കോസ്റ്റ്യൂമിൽ തന്നെയാണ്. വേറെ കോസ്റ്റ്യൂം ഇല്ല നമുക്ക് ഈ സിനിമയിൽ. മനോജിനെ കണ്ടിട്ട് പെട്ടെന്ന് മാറിപ്പോയില്ലേ ഓർമ്മിക്കാൻ. ലാലേട്ടാ, ഈ താമസിക്കുന്ന പറഞ്ഞപ്പം എൻ്റെ അടുത്ത് ടിനു തന്നെ പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങളെല്ലാവരും ഒരുമിച്ചൊരു കോട്ടയിലായിരുന്നു, രാജാവ് താമസിച്ചിരുന്ന മുറിയിലാണ് ലാലേട്ടൻ താമസിച്ചത് പറഞ്ഞത്. ശരിയാണോ? അതെ അതെ, അദ്ദേഹത്തിൻ്റെ മുറിയാണ്. കാര്യം അതൊരു പോഖ്റാനിലെ അദ്ദേഹത്തിൻ്റെ പാലസാണ്. പാലസ് എന്ന് പറഞ്ഞാൽ വലിയൊരു പാലസാണ്. അദ്ദേഹം വരുമ്പോൾ താമസിക്കുന്ന മുറിയാണ്. കാര്യം വേറെ മുറികൾ അദ്ദേഹം ചോദിച്ചപ്പോൾ അദ്ദേഹം മുറി കൊടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ താമസിക്കുകയും പിന്നെ അദ്ദേഹത്തെ പരിചയപ്പെടുകയൊക്കെ ചെയ്തു. രാജാവ് എന്ന് പറഞ്ഞാൽ വളരെ വയസ്സായ ആളൊന്നുമല്ല, വളരെ ചെറുപ്പക്കാരനായ ഒരാളാണ്. ഒരു 50 വയസ്സിനുള്ളിൽ താഴെയുള്ള ഒരാളാണ്, വളരെ താഴെയുള്ളൂ. അദ്ദേഹം ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഞങ്ങളെ കണ്ടു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നിങ്ങളുടെ മുറി ഇങ്ങനെ എന്താ പറയുക എൻക്രോച്ച് ചെയ്ത് കയറി താമസിക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് വളരെ സന്തോഷമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതൊരു ഹോട്ടലാണ്, അതൊരു ഹോട്ടലാണ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മൾ താമസിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഈ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊന്നും ഒരു സീസണൊന്നും അല്ല. അപ്പോൾ അവിടെ ആൾക്കാർ വന്ന് താമസിക്കുന്ന ഒരു ഹോട്ടലാണ്. അപ്പോൾ ആ ഹോട്ടലിൽ കൊടുക്കാത്തൊരു മുറിയാണ് അദ്ദേഹത്തിൻ്റെ. അത് ഞാൻ എനിക്ക് വേണ്ടി തന്നു എന്നേ ഉള്ളൂ. എല്ലാ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തല്ലേ. ഞാൻ രഹസ്യമായിട്ട് ചോദിച്ചത്
ലാലേട്ടാ, ഇന്നലത്തെ പ്രസ് മീറ്റിൽ ലാലേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരുപാട് അന്യഭാഷയിലെ ആളുകൾ ഈ സിനിമ കണ്ടിട്ട് ഇതുപോലൊരു സിനിമ അല്ലെങ്കിൽ ഇങ്ങനെ ഇന്ത്യയിൽ അങ്ങനെ ഒരു സിനിമ സംഭവിച്ചിട്ടുണ്ടാവില്ല. അപ്പം ശരിക്കും പറഞ്ഞാൽ അത് ഒരുപാട് ഹൈപ്പ് കൂട്ടുകയാണ് സിനിമയുടെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞ ശരിക്കും ഒരു അതിൻ്റെ അകത്തൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. അത് ഹൈപ്പ് ഡബിൾ ഓൾറെഡി ഭയങ്കര ഞാൻ ഹൈപ്പിലാണ് പറഞ്ഞത്. ഈ സിനിമയുമായിട്ട് ബന്ധപ്പെട്ടവർ, സിനിമയിലുമായിട്ട് ബന്ധിപ്പെട്ടവരെന്ന് പറഞ്ഞ പ്രേക്ഷകരല്ല, അങ്ങനെ ആൾക്കാർ കണ്ടിട്ടില്ല. സിനിമയുടെ ക്രാഫ്റ്റ് മനസ്സിലാക്കുന്ന ആൾക്കാർ അല്ലേ. ഒരു പക്ഷേ ഞാനാണെങ്കിൽ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അനുരാഗ് കശ്യപ് എന്നൊരു ആൾ, അദ്ദേഹമാണ് ഇത് ഹിന്ദിയിലേക്ക് ഡബ് ചെയ്തിരിക്കുന്നത് ഈ സിനിമ, എൻ്റെ വോയിസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് കൊടുക്കണോ വേണോ എന്ന് തീരുമാനിക്കാൻ അദ്ദേഹം സിനിമ കണ്ടു. അദ്ദേഹം നമ്മുടെ ഡയറക്ടറും കൂടെ എന്നെ ഒരുമിച്ച് വിളിച്ചിട്ട് അദ്ദേഹം ഭയങ്കര സന്തോഷത്തോടെ ഞാൻ ഈ സിനിമ ചെയ്യാം, ഐ എം സോ ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ദിസ് മൂവി എന്നാണ് പറഞ്ഞത്. കാര്യം അദ്ദേഹം പറയുന്നത് ഇങ്ങനൊരു ഫിലിം ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ സിനിമയുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഭയങ്കര രസകരമായിട്ട് തോന്നുന്ന സിനിമയാണ്. അപ്പോൾ അതൊരു ക്രാഫ്റ്റ് വൈസ് വളരെയധികം ആൾക്കാർക്ക് പഠിക്കാവുന്ന ഒരു സിനിമയാണ്, സിനിമയെക്കുറിച്ച് ധാരണയുള്ളവർക്ക്. ഇപ്പോൾ ധാരണ ഇല്ലാത്തവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. ഞാൻ പറയാം ഇതിൻ്റെ ഈ സിനിമ ഇങ്ങനെയാണ് എടുക്കേണ്ടത്. ഓരോ സിനിമ എടുക്കേണ്ടത് ഓരോ തരത്തിലല്ലേ. അപ്പോൾ ഈ സിനിമ ഇങ്ങനെ എടുത്താലേ അത് ശരിയാവുള്ളൂ. കാര്യം ഇതിപ്പോൾ കേരളത്തിൽ വെച്ച് വേറൊരു സ്ഥലത്ത് വെച്ച് എടുക്കാം, എന്തിന് നിങ്ങൾ ജയ്സൽമീറിൽ പോയി എന്നാരും ചോദിക്കില്ല. കാര്യം ഇതവിടെ അങ്ങനെ ഒരു സ്ഥലമാണ് നമ്മൾ കാണിക്കുന്നത്. അതിനൊരു ഇന്ന ഒരു സ്ഥലം എന്ന് നമ്മൾ പറയുന്നില്ല, ഇന്ന ഒരു സമയം എന്ന് പറയുന്നില്ല, ഈ ഒരു കാലത്താണ് ഈ കഥ നടന്നെന്ന് പറയുന്നില്ല. ഇങ്ങനെയൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ അങ്ങനെയൊക്കെ നടക്കുമെന്ന് പറയാം. കാര്യം ഇതൊരു നാടോടി കഥ പോലെയാണ് ട്രീറ്റ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും അതെ. ഒരിടത്ത് ഇങ്ങനെ ഒരു നാടുണ്ടായിരുന്നു, അവിടുത്തെ ആൾക്കാർ ഇങ്ങനെയായിരുന്നു, ആ ഒരു ജോണലാണ് സിനിമ പോകുന്നത്. ശരിക്കും ഈ ഇന്നലെ പലരും ചോദിച്ചു സെക്കൻഡ് പാർട്ട് ഉണ്ടോ എന്നൊക്കെ, പക്ഷെ ഇല്ല എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു വരും. പക്ഷെ ഇന്നലെ ഇവന്റിൽ തന്നെ മറ്റൊരു സ്പോൺസറുടെ അടുത്ത് സാറ് പറഞ്ഞെന്ന് അദ്ദേഹം പറയണ്ടേ ഇതിൻ്റെ രണ്ടാം പാർട്ട് വരുന്നുണ്ടെന്നുള്ളത്. ഒന്നുകൂടെ ക്ലാരിറ്റി തരാമോ? അല്ല, ഞങ്ങൾ വളരെ ക്ലിയർ ആക്കി രാവിലെ മുതൽ. ഞങ്ങൾ ഒരിക്കലും ഇല്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ. ഇത് ആദ്യത്തെ ഇറങ്ങട്ടെ, അത് കഴിഞ്ഞ് നമുക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാം എന്നുള്ള നിലയില്ല. ആ നിലയിലേക്ക് തന്നെ സ്വകാര്യ സംഭാഷണത്തിൽ അവിടെ ഇരുന്ന് അദ്ദേഹം എൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇതേ രീതിയിലേക്ക് ഞാനൊന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹം നേരെ മൈക്കെടുത്തോണ്ട് ഞാനിത് ഉണ്ടെന്ന് പറയുന്നത് ഞാൻ വിചാരിച്ചില്ല. അത് ഇത് അദ്ദേഹത്തിന് ഇത് അടുത്ത സിനിമ ഉണ്ടെങ്കിൽ ഇതിൻ്റെ സ്കിൽസ് കാര്യങ്ങളൊക്കെ വേണം എന്നുള്ള രീതിയിൽ ഒരു ആവേശത്തിലാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് ആൾക്കാർ പലരും എന്നോടും ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇത് സിനിമ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് സിനിമ കണ്ടിട്ടല്ലേ തീരുമാനിക്കുന്നത്. അല്ലേ, അപ്പോൾ ഒരു കാഷ്വൽ കോൺവെർസേഷനിൽ ഇല്ലെന്ന് നമ്മൾ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് സത്യം, ഉണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇടയിലാണ്. അല്ല, അന്നേരം ഈ പടം ഇറങ്ങട്ടെ. ഞാൻ പണ്ട് ഓർമ്മയുണ്ട്, പണ്ട് ലാലിൻ്റെ ഏതോ ഒരു പാർട്ട് ഇറങ്ങി വരില്ല. അന്ന് ലാല് പറഞ്ഞേ ലോകത്തെല്ലാം റോക്കി ഒഴിച്ച് പാർട്ട് ഇറങ്ങിയിട്ടുള്ള എല്ലാം അന്ന് പരാജയമായിരുന്നു. ഒരുപാട് സിനിമകൾ അങ്ങനെയായിരുന്നു. ഇപ്പോഴാണല്ലോ പുതിയ ട്രെൻഡ് ഇങ്ങനെ വീണ്ടും വന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇത് ആദ്യത്തെ ഇറങ്ങട്ടെ, ഇറങ്ങിക്കഴിഞ്ഞല്ലേ നമ്മൾ ഇതിനെക്കുറിച്ച് പിന്നെ ബാക്കി പറയുന്നത്. ഇപ്പോഴേ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പിന്നെ ഹൈപ്പിൻ്റെ കാര്യം പറഞ്ഞു. എനിക്കിതിൽ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഏറ്റവും കുറവ് മെറ്റീരിയൽ പുറത്ത് വിട്ടിട്ടുണ്ട് എന്നുള്ള പരാതിയായിരുന്നു ഈ പടത്തെക്കുറിച്ചുണ്ടായിരുന്നത്. തുടക്കം മുതൽ ആരാധകർ, ഫാൻസ് ഇത് കൂടുതൽ വേണം എന്ന് പറയുന്നു. കഴിഞ്ഞ ദിവസം ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ഇന്നലെ ട്രെയിലർ ലോഞ്ച് ഉണ്ടെന്നറിയാതെ ഗൾഫിൽ നിന്ന് 2 പേരെന്നെ വിളിച്ച് നിങ്ങളെന്ത് പണിയാണ് കാണിക്കുന്നത്, ലാലേട്ടൻ്റെ ഇങ്ങനെ ഒരു പടം വന്നിട്ട് ഒരു കാര്യവും പെടുന്നു. അങ്ങനെ ഏറ്റവും കുറവ് പുറത്ത് വിട്ടിട്ട് പോലും ഹൈപ്പ് ഭാഗ്യവശാലോ ഹൈപ്പ് ഇങ്ങനെ കയറിക്ക് പോകുന്നു. അത് സ്വാഭാവികമായിട്ട് 2 ലെജൻഡറി വ്യക്തിത്വങ്ങൾ വന്ന് ചേരുകയാണ്. അതിപ്പോ നമ്മൾ ഹൈപ്പ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചാലും ഈ സിനിമയ്ക്ക് സിനിമ അനൗൺസ് ചെയ്തപ്പോൾ നമ്മൾ ഒരു കണ്ടന്റ് വെളി വിട്ടില്ലല്ലോ. പക്ഷെ ആ സമയത്ത് തന്നെ സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടായിരുന്നു. കാരണം ലാൽ സാറും ലിജോ ചേട്ടൻ്റെയും ഒരു കോമ്പിനേഷൻ കാണാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഓട്ടോമാറ്റിക്കലി അത് പിക്കായിക്കൊണ്ടിരിക്കും നമ്മളൊന്നും ചെയ്തില്ലെങ്കിലും. ആ സിനിമ അതിന് എന്താ പറയുക, ആ സിനിമ ഇറങ്ങുമ്പോഴും ആൾക്കാർക്ക് ആ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാവട്ടെ എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇതിൻ്റെ ഒരു കഥ വന്ന് പറയുമ്പോൾ ആദ്യം ഇതിൻ്റെ ഒരു ബേസ് കഥ പറയുകയായിരുന്നു. അത് ആ പറഞ്ഞ കഥയും ഇതേ ഒരു ആംബിയൻസ് തന്നെയാണോ ലാലേട്ടൻ്റെ അടുത്ത് കഥ പറഞ്ഞത്? ഞാൻ ചോദിക്കാൻ റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്, ലാലേട്ടൻ്റെ അടുത്ത് കഥ പറയുമ്പോൾ ലാലേട്ടനെ കൺവിൻസ് ചെയ്തെടുക്കാൻ ലാലേട്ടൻ ഒരുപാട് സംശയങ്ങൾ ചോദിക്കുമെന്ന്. ആ സംശയങ്ങളെല്ലാം ക്ലിയർ ആയി കഴിഞ്ഞാൽ പിന്നെ ആ സംവിധായകനിൽ മാത്രം വിശ്വസിക്കുന്ന ഒരു നടനാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഈ കഥ പറഞ്ഞ് ഇപ്പം ഇങ്ങനെ ഒരു ടെറൈനിൽ നടക്കുന്നു, ഇങ്ങനെ ദേശവും കാലവും ഇല്ലാത്തൊരു ടെറൈൻ, ഇതുപോലൊരു പശ്ചാത്തലം, കോസ്റ്റ്യൂം, ഇതൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുകയാണോ ചെയ്തത്? അതോ ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന് പറഞ്ഞ വ്യക്തികളുടെ ട്രസ്റ്റാണോ? അത് സ്റ്റോറി ബോർഡൊക്കെ വരച്ച് കൊണ്ട് കാണിച്ച് എങ്ങനെയാണ് ഇത് കൺവിൻസ് ചെയ്തത് ലാലേട്ടനെ ഈ പടം? ലിജോ ആയിട്ട് ഒരുപാട് കഥകൾ ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു കഥ പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റുന്ന ഒരാളല്ല. അദ്ദേഹം ഒരു കുറച്ചുകൂടെ വേറൊരു തരത്തിലുള്ള ഒരാളാണ്. അപ്പം ഒരു നോട്ട് പറയുകയും ഇങ്ങനെ ഒരു ധാരണ, ഇങ്ങനൊരു ആശയമുണ്ട് എന്ന് പറയുകയും അതിൽ എനിക്ക് അതിലൊരു താല്പര്യം തോന്നുകയും പിന്നെ ഞങ്ങൾ സംസാരിച്ചപ്പം ഒരുപാട് പോസിബിലിറ്റി അതിനെക്കുറിച്ച്
അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു. അതിൽ നിന്നാണ് ഒരു സിനിമ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ഒരു വലിയ സിനിമയായി മാറണം. കാര്യം ഇതിപ്പം ഇവിടെ വെച്ചിട്ട് എടുക്കേണ്ട ഒരു സിനിമയല്ല. അങ്ങനെ ഒരു സിനിമ നമ്മൾ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഒരു വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു സിനിമയിലേക്ക് നമുക്ക് പോയാലോ എന്നുള്ളതാണ് ആശയത്തിൽ നിന്നാണ് ഈ സിനിമ ഉണ്ടായത്. തീർച്ചയായിട്ടും നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഒക്കെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ ശരിയല്ലെന്നൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാം. അതൊരു ധാരണയാണ്. ആ ധാരണ കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞു. പിന്നെ നമ്മുടെ കയ്യിലല്ലല്ലോ, അത് അദ്ദേഹത്തിൻ്റെ ജോലിയാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ളത്. അതിൻ്റെ കൂടെ നിന്ന് കൊടുക്കുക എന്ന് പറയുന്നതാണ് എന്നെക്കുറിച്ച് ഞാനെന്നുള്ള ആക്ടറുടെ ധർമ്മം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാനപ്പോൾ എൻ്റെ ഡയറക്ടറെ വിശ്വസിക്കുകയാണ്. അദ്ദേഹം ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ പറഞ്ഞ കാര്യം ഏറ്റവും നന്നായിട്ട് ചെയ്യുക, അദ്ദേഹം പറയുന്ന കാര്യം ഏറ്റവും നന്നായിട്ട് ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. അത് എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. തീർച്ചയായിട്ടും. ടിനു, ഈ ഒരുപാട് ട്രെയിലറിൻ്റെ താഴെ കുറേ കമൻസ് വായിച്ചാണ് മലയാളത്തിൻ്റെ തലവര മാറ്റുന്ന ഐറ്റം ശരിയായിരിക്കും. ടിനു നമ്മൾ കുറച്ച് ഓപ്പണായിട്ട് പറഞ്ഞു. ഇദ്ദേഹം അതിൻ്റെ കൂടെ ഫുൾ ടൈം നിന്ന ആളല്ലേ. അതല്ല, നിങ്ങൾ രണ്ടുപേരുടെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും വിട്ടു പറയില്ലല്ലോ. അങ്ങനെയല്ല, നമുക്ക് അതിനുള്ളൊരു പരിമിതി ഉണ്ടല്ലോ പറയാൻ. കാരണം ഞാൻ വർക്ക് ചെയ്ത ഒരാളാണല്ലോ. അപ്പോൾ തലവരെ മാറ്റം എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഉറപ്പായിട്ടും ലാൽ സാർ തന്നെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ ഇന്ത്യൻ സിനിമ കാണാത്ത ഒരു വിഷ്വൽ ലാംഗ്വേജിലൂടെ സഞ്ചരിക്കുന്ന സിനിമയായിരിക്കും. അത് ഉറപ്പായിട്ടും ആൾക്കാർ തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ട സിനിമയാണ്. ഉറപ്പായിട്ടും ആൾക്കാരെ എക്സൈറ്റ് ചെയ്യുകയും ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇങ്ങനെ ഒരു കോള് വരുന്നു. മോഹൻലാൽ സിനിമ, ലാലേട്ടൻ്റെ സിനിമ ലിജോ ജോസ് പല്ലിശ്ശേരിയുടെ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഒരു കോള് വന്നത് കൺഫേം ആവുന്നു. ഈ ഒരു എക്സൈറ്റ്മെന്റ് ആദ്യം പറഞ്ഞ ആരുടെ അടുത്താണ്? ആദ്യം കോള് വന്നപ്പോൾ എനിക്ക് അറിയില്ല ഇത് ലാലേട്ടൻ്റെ മൂവിയാണെന്ന് അറിയില്ല. ഓഡീഷന് വിളിച്ചതാണ്. അപ്പോൾ ഓഡീഷന് വിളിച്ചപ്പോൾ ഞാൻ അവിടെ വില്ലയിൽ പോയി ഇരുന്നപ്പോഴാണ് പുള്ളിയുടെ ഫോട്ടോ കാണുന്നത്. അപ്പോഴാണ് ഇത് മോഹൻലാൽ ചിത്രം എന്ന് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ പിന്നെ ഓഡിഷൻ വെച്ചപ്പോഴത്തേക്കും പിന്നെ ആക്ച്വലി എനിക്ക് ടെൻഷനായിരുന്നു ഇത് എങ്ങനെ ചെയ്യുമെന്നുള്ളത്. വെച്ചാൽ ഞാൻ ഇത് ആദ്യമായിട്ടാണ്, ഒരു പുതുമുഖമാണ്. അപ്പം എല്ലാ ചെറുപ്പക്കാരുടെ മനസ്സിലും ഒരു പടം അഭിനയിക്കണം, പതുക്കെ വലിയ ഇതുപോലത്തെ ഒരു മഹാനടൻ്റെ കൂടെ അഭിനയിക്കണം എന്നാണ്. ഇത് എനിക്ക് രണ്ടും ഒരുമിച്ചാണ് കിട്ടിയിരിക്കുന്നത്. ആദ്യ സിനിമ തന്നെ ഇത്രയും വലിയൊരു മഹാനടൻ്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യാന്ന് പറയുന്നത് വലിയൊരു കാര്യം. അതിൽ ആരോടാണ് ഈ എക്സൈറ്റ്മെന്റ് ആദ്യം നമുക്ക് പറയണല്ലോ, ഇങ്ങനൊരു സംഭവം കിട്ടി? ഞാൻ എന്തായിരുന്നാലും സന്തോഷമായിരുന്ന സംഘടന ആദ്യം അമ്മയോടാണ് എല്ലാം ഷെയർ. അമ്മയുടെ റിയാക്ഷൻ എന്തായിരുന്നു? ഹാപ്പിയാണ്. അതിനെ ഏറ്റവും മനോഹരമായിട്ട് ചെയ്തു എന്നുള്ളതാണ് മനോജ്. ഏറ്റവും അതിനെ നന്നായി വലിയൊരു കാര്യമാണ്. സങ്കടം അതിൽ ഡാൻസ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പൊളിറ്റിക്സ് ആണോ സിനിമയാണോ ടെൻഷൻ കൂടുതൽ? അല്ല, ഇത് ഒരു സൗഹൃദത്തിൻ്റെ ഒരു യാത്രയായിരുന്നല്ലോ. സ്വാഭാവികമായിട്ട് അതിൽ വലിയ ടെൻഷൻ്റെ കാര്യമില്ല. പൊളിറ്റിക്സ് എല്ലാ ദിവസവും ടെൻഷൻ അനുഭവിക്കണമെങ്കിൽ ടെൻഷൻ അനുഭവിക്കാം, അത് അവഗണിക്കണമെങ്കിൽ അവഗണിക്കാം. പൊളിറ്റിക്സുമായിട്ട് നോക്കുമ്പോൾ ഇതുവല്ലോ ടെൻഷനാണ്. അതുകൊണ്ട് അത് വലിയ കാര്യമില്ല. ഇതെല്ലാം നമ്മളതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്ന ടെൻഷനുണ്ട്. കാര്യം 42,000 പേര് ജോലി ചെയ്യുന്ന ഒരു സിനിമയാണ്. ഒരു ദിവസം 2,000 പേരിൽ കൂടുതൽ, എല്ലാ ദിവസവും 500 പേര് ജോലി ചെയ്യുന്നുണ്ട്. ഒരുപാട് പേർക്ക് സുഖമില്ലാതാകും. ഇതെല്ലാം നമ്മൾ പിന്നാണ് അറിയുന്നത്. കാര്യം പ്രൊഡക്ഷൻ്റെ ജോലിയാണ്. ആൾക്കാർക്ക് സുഖമില്ലാതായി ഒരുപാട് 500 പേര് വന്നു കഴിഞ്ഞാൽ 500 സ്വഭാവമല്ലേ അല്ലേ? നമ്മൾ കുറച്ച് പേരല്ലാതെ അവർക്ക് സിനിമയെക്കുറിച്ചൊന്നും അറിയാത്ത എത്രയോ പേര് അതിൽ വർക്ക് ചെയ്യുന്നു. തൊട്ടടുത്തൊരു ഹോസ്പിറ്റലിൽ എനിക്ക് സുഖമില്ലാതെ അവിടെ ചെല്ലുമ്പോൾ ഷൂട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടെ ബെഡില്ല. നമ്മുടെ ആൾക്കാർ ഇങ്ങനെ ക്യൂ ആണ്. ഇങ്ങനെ ക്യൂ ആണ്. അവർ മാറിയിട്ടാണ് ഞാൻ കയറാൻ, ഞാൻ മാറിയിട്ടാണ് അടുത്ത ആൾ കയറാൻ. ആൾക്കാർ ഇങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ട് അസുഖം വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. ഒരുപാട് വലിയ ടെൻഷൻസ്. അതല്ലേ 50,000-ഓളം, ഞാൻ ഇന്നലെ നോക്കി ഏകദേശം 50,000-ഓളം ജൂനിയർ ആർട്ടിസ്റ്റാണ് തുടക്കം മുതൽ അവസാനം വരെ ഈ പടത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ളത്. അതിൽ ഏറ്റവും രസകരമായി തോന്നി, ഞാൻ ഫൊക്രാനിൽ ചെന്നപ്പോഴത്തേക്കിന് ടിനു, ഒന്നാമത് പേർക്ക് ഈ ഭാഷ, നമ്മുടെ ഒരു അത്യാവശ്യം ഹിന്ദി പോലും അവർക്ക് മനസ്സിലാകത്തില്ല, അവരുടെ വേറെ ഹിന്ദിയാണ്. ടിനു മൈക്ക് വെച്ച് എന്തൊക്കെയോ അങ്ങ് ചൂടാകുന്നു, എന്തൊക്കെയോ പറയുന്നു. അവർ പോകാനുള്ള വഴിക്ക് അവർ പോകുന്നു. പിന്നെ അവർക്ക് ഒരുപാട് ഫോറിനേഴ്സ് ആക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഫുഡ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ള കൊടുക്കണം, അവിടെ ഉള്ളവർക്ക് അവരുടെ ഇഷ്ടമുള്ള ഫുഡ് കൊടുക്കണം. അല്ല, പ്രൊഡക്ഷൻ്റെ കാര്യങ്ങൾ പറയാണ്. ഞാനൊരു സിനിമയിൽ നിർമ്മാതാവ് എന്നുള്ള രീതിയിൽ വെള്ളം കൊടുക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ? ഇത്രയും പേർക്ക് ഒരു ദിവസം വെള്ളം കൊടുക്കുക. അപ്പോൾ അത്തരത്തിൽ പിന്നെ കംപ്ലയിൻസ് ഒന്നും ഇല്ലാതെ കൊണ്ടുപോവുക. ഇതിൻ്റെ അകത്ത് കേരളത്തിൽ നിന്നും ഒരുപാട് പേര് വന്നിട്ടുണ്ട് ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ട്. അപ്പോൾ അവരൊക്കെ ഇത്തരത്തിലൊരു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യപ്പെട്ട് വരുന്നതല്ലേ. പിന്നെ താമസിക്കാൻ സ്ഥലമില്ലല്ലോ, ഇത്രയും പേർക്ക് താമസിക്കാൻ. അതിന് സ്ഥലം കണ്ടെത്തുക, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യം. ഇതൊന്നും
അപ്പോൾ ഈ സിനിമ തുടങ്ങുന്ന സമയത്ത് ഇതിൽ 20,000 പേരോ അല്ലെങ്കിൽ 50,000 പേരുണ്ടാകുമെന്ന് നമുക്കറിയാൻ പറ്റില്ല. അത് ആ സിനിമ വളർന്ന് വലുതാകുമ്പോഴാണല്ലോ. അപ്പം അത്തരത്തിലുള്ള ടെൻഷൻസൊക്കെ അവർക്ക് ഉണ്ടായിട്ടുണ്ടാകാം. അല്ല, അതിൻ്റെ അർത്ഥം ഞങ്ങളെ കൊണ്ട് ഒരു കുഴപ്പം ഉണ്ടാക്കിയിട്ടില്ല. ഈ സിനിമയുടെ ട്രെയിലറിൽ നമ്മൾ കൂടുതലും വൈറ്റ് ഷോട്ട്സ് ഒരുപാട് കാണിക്കുന്നുണ്ട്, ഒരുപാട് ആർട്ടിസ്റ്റുള്ള ഷോട്ട്സ് കാണിക്കുന്നുണ്ട്. പിന്നെ 1-2 ഡയലോഗ് പോർഷൻ ഒഴികെ ബാക്കിയെല്ലാം സ്ലോ മോഷനാണ് വെച്ചേക്കുന്നത്. അത് സിനിമയിൽ കൂടുതൽ സ്ലോ മോഷൻ ഉപയോഗിച്ചിട്ടുണ്ടോ? കാരണം ട്രെയിലറിൽ റയറായിട്ടൊരു 3-4-5 ഷോട്ട്സ് ആണ് നോർമൽ ഇതിൽ കാണിക്കുന്നത്. ബാക്കി വച്ചേക്കുന്ന ഷോട്ട്സ് എല്ലാം സ്ലോ മോഷനാണ് കാണിച്ചിരിക്കുന്നത്. അത് ഡയറക്ടർ ചോയ്സ് ആണ്. പക്ഷേ സ്ലോ മോഷൻ ഷോട്ട്സുകളുണ്ട് സീക്വൻസിൽ. പിന്നെ വൈറ്റ് ഷോട്ട് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു, ഞാൻ ട്രെയിലർ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്നു ലിജോ ചേട്ടൻ്റെ കൂടെ. എനിക്കൊന്ന് കുറച്ചുകൂടെ വലിയ ഷോട്ട്സുകളൊക്കെ ഉണ്ട്. പുള്ളി അത് ഇത് കൂടിപ്പോയെന്നുള്ള രീതിയിൽ കുറച്ചേക്കാണ്. നമ്മൾ ഏറ്റവും കൂടുതൽ വേഗത തോന്നിപ്പിക്കാനായിട്ടാണ് സ്ലോ മോഷൻ കാണിക്കുന്നത്. അപ്പോൾ അതിന് ആ സിനിമയ്ക്ക് ആവശ്യമുള്ള സ്ലോ മോഷൻ ഷോട്ടുകളെ അദ്ദേഹം യൂസ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ സിനിമ കണ്ടിട്ട് മനസ്സിലാക്കിയത്. ഒരു ഷോട്ട് പോലും എക്സ്ട്രാ വന്നു കഴിഞ്ഞാൽ നമുക്ക് സിനിമയിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാകും, അത് കണ്ടിരിക്കുന്നവർക്ക്. അപ്പോൾ അത് സിനിമയുടെ ഒരു എഡിറ്റിങ്ങോ അല്ലെങ്കിൽ ഷോർട്ട് ഡിവിഷനോ അല്ലെങ്കിൽ ഷോർട്ട് എടുക്കുന്നോ അത്ര ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ഇത്തരം വലിയ ക്യാൻവാസിലുള്ള സിനിമ ചെയ്യുമ്പോൾ ഒരു ചെറിയ എറർ വന്നു കഴിഞ്ഞാൽ അത് വരും. എന്തിനാണ് അങ്ങനെ ഷോട്ടെന്ന് ചിന്തിക്കാൻ പോലും സമയം കൊടുക്കാതെ അടുത്ത ഷോട്ടിലേക്ക് പോകണം. അപ്പോൾ അത്തരത്തിൽ പിന്നെ ഇതിനൊരു പേസ് ഉണ്ടല്ലോ, ആ ഒരു താളത്തിൽ തന്നെയാണ് ആ സിനിമ പോയിരിക്കുന്നത്. അത് ഇപ്പം നമ്മൾ ചില സിനിമ കണ്ടിട്ട് ഭയങ്കര ഫാസ്റ്റായിട്ട്, അങ്ങനെ ഒരു സിനിമയില്ലല്ലോ ഫാസ്റ്റായിട്ട് പോകണമെന്ന്. അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. എങ്ങനെയാണ് ഞാൻ കഥ പറയുന്നത്, ഈ താളത്തിലാണ് ഞാൻ കഥ പറയുന്നത് എന്നുള്ളത് ഡയറക്ടർ തീരുമാനമാണ്. അപ്പോൾ ആ ഒരു പേസിൽ തന്നെയാണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത്. അല്ല, 2 ചോദ്യങ്ങൾ, രണ്ടിനും കൂടെ ഒറ്റ ഉത്തരം തന്നാൽ. അതായത് നമ്മുടെ ഗുരു എന്ന് പറയുന്ന മുൻപൊരു സിനിമ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സിനിമയിൽ ഇങ്ങനെയാണ് ഒരു ഇന്ന് ജീവിക്കുന്ന ഒരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ ഒരു തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഒരു സ്വപ്നാടനം പോലെ മറ്റൊരു തലത്തിലുള്ള പ്ലാറ്റ്ഫോമിലുള്ള ഒരു ദേശത്ത് എത്തിപ്പെടുകയും ആ ദേശത്ത് അദ്ദേഹം യാത്ര ചെയ്യുന്നത് വഴി തിരിച്ച് ഇന്നിലേക്ക് വന്ന് അദ്ദേഹത്തിന് തെറ്റ് മനസ്സിലാക്കി ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് ആ സിനിമ കാണിച്ചത്. അതൊന്ന്. ഇപ്പം അതുപോലെ തന്നെ ഇപ്പം തമിഴിലും തെലുങ്കിലും ഒക്കെ ഒരുപാട്, എനിക്ക് ട്രെയിലർ കണ്ടതിൽ നിന്ന് പെട്ടെന്ന് തോന്നിയ ഒരു കാര്യമാണ്, തമിഴിലും തെലുങ്കിലും ഒക്കെ ഒരുപാട് ഹിറ്റ് ആയ ഫോർമുലയാണ്, എല്ലാ സൂപ്പർ സ്റ്റാർസും ഉപയോഗിക്കുന്ന ഒരു ഫോർമുലയാണ് ഒരു രക്ഷകൻ ഫോർമുല. അതായത് ഒരു നാടിന് അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകൾക്ക് ഒരു പ്രശ്നം വരികയും ആ നാട്ടിൽ നിന്ന് ഒരാൾ ഒരു അമാനുഷികനിലേക്ക് വളരുകയും അല്ലെങ്കിൽ മറ്റൊരാളെ നാട്ടിൽ വന്ന അവരെ സേവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു വളരെ ഹിറ്റായ ഒരു ഫോർമുല, ഇന്നും ആൾക്കാർ ഉപയോഗിക്കുന്ന ഫോർമുലയാണ്. അപ്പോൾ ഈ രണ്ട് ഏതെങ്കിലും ആയിട്ട് നമുക്ക് ഈ സിനിമ താരതമ്യം ചെയ്യുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ പറയാൻ പറ്റും? 2 ചോദ്യങ്ങൾക്ക് ഒരൊറ്റ ഉത്തരം പറയണം. എങ്ങനെയാണല്ലോ ഇല്ല, അതാണ് സത്യം. രണ്ടിനും ചോദ്യത്തിൽ ഇല്ലെന്നാണ്. അങ്ങനെ യാതൊരു കാര്യങ്ങളും പ്രതീക്ഷിച്ച സിനിമ വേണ്ട. ഒരു നാടിനെ രക്ഷിക്കാൻ ഒരാൾ വരുന്നു അല്ലേ, അല്ലെങ്കിൽ വേറെ തൻ്റെ തെറ്റ് മനസ്സിലാക്കിയിട്ട് അയാൾ പിന്നെ അതിലേക്ക് പോകുന്നു. ഈ സിനിമ ഒരു വളരെ റോ സിനിമയാണ്. ഇതിലെല്ലാം ഉണ്ട്. ഫൈറ്റ് ഉണ്ട്, ഡാൻസ് ഉണ്ട്, പാട്ടുണ്ട്, ആക്ഷൻ, പിന്നെ എന്താണ്, ദേഷ്യം, പ്രണയം, അസൂയ, കുശുമ്പ്, ചതി, റിവഞ്ച് എല്ലാം ഉണ്ട്. രഹസ്യം, ഇവനാണ് എല്ലാം ഭയങ്കര രഹസ്യത്തിൻ്റെ കുമ്പാരമായിട്ടുള്ള ആൾ അല്ലേ, അല്ലേ പറഞ്ഞത്. എല്ലാം ഉള്ളൊരു സിനിമയാണ്. അല്ലാതെ ഈ പറഞ്ഞ 2 കാര്യങ്ങളും ഇല്ല കേട്ടോ. ഇനി നമ്മൾ നാളെ കാണേണ്ടവരാണ്. ലാലേട്ടാ, ഇപ്പം പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട് നമ്മൾ ഈ ഭൂമിയിൽ വന്ന് സെലിബ്രേറ്റ് ചെയ്യാനാണെന്ന് ലാലേട്ടൻ പറയുകയും അതുപോലെ ഞാൻ നേരിട്ട് കേട്ടിട്ടുണ്ട് ഇവിടെ എന്ന് പറയുന്നത് ജീവിതത്തിൽ ചീത്ത എന്നൊന്നില്ല എന്ന് പറയും. ഇങ്ങനെയൊക്കെ ലാലേട്ടന് ചിന്തിക്കാൻ പറ്റുന്ന ഒരുപാട് വായിക്കുന്നത് കൊണ്ടാണ്? അങ്ങനെയൊന്നും കൊണ്ടല്ല, വായിക്കുന്നത് കൊണ്ട് വായിക്കാം. ഒരു പക്ഷേ നമ്മുടെ സൗഹൃദ വലയത്തിലുള്ള ആൾക്കാർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. നമ്മളുടെ അനുഭവങ്ങൾ, നമ്മുടെ സിനിമകൾ, നമ്മൾ സഞ്ചരിക്കുന്ന വഴികൾ, അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദങ്ങൾ തന്നെയാണ് കൂടുതൽ. പുസ്തകങ്ങൾ വായിക്കാനൊക്കെ ഒരുപാട്, ചിലപ്പോൾ ഒരു നല്ല പുസ്തകം കിട്ടിയാൽ അത് വായിക്കാനൊക്കെ നമ്മുടെ സുഹൃത്തുക്കൾ വിളിച്ച് പറയാറുണ്ട്. വായിക്കുന്നോ ഇല്ലയോ എന്നുള്ള വേറെ കാര്യം. കുറച്ച് ചിലപ്പം വായിക്കും, അല്ലെങ്കിൽ അതിൻ്റെ കണ്ടൻറ്റ് നമ്മൾ മനസ്സിലാക്കുക. അതൊന്നും അല്ലാതെ നമുക്ക് എന്താണ് നമ്മളുടെ അകത്തൊരു ക്ലെൻസിങ് നടക്കുന്നുണ്ടല്ലോ, ഒരു സോളിനൊരു ഇവോൾവ് ചെയ്യുക എന്ന് പറയും. അപ്പോൾ അങ്ങനെ പോകുമ്പോഴത്തേക്ക് നമ്മൾ കൂടുതൽ സ്നേഹത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. അതൊരു തെറ്റല്ലല്ലോ, അത് നന്മയിലേക്ക് പോകാനാണ് ഇഷ്ടം. അതിൻ്റെ ഇടയിൽ നമ്മളും മനുഷ്യരാണ്, എല്ലാവിധ കാര്യങ്ങളും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷേ അതിലും കൂടുതൽ സ്നേഹത്തിന് വാല്യൂ കൊടുത്താൽ വളരെ സുഖമായിട്ട് മലൈക്കോട്ടെ വാലിബനായിട്ട് നടക്കാം. തെലുങ്കിൽ ബാഹുബലി പോലെ, കന്നഡത്തിൽ KGF കാന്താരയും പോലെ, മലയാളത്തിൽ ഇനി അങ്ങോട്ട് വാലിബൻ സംസാരിക്കട്ടെ. ഈ ആ സിനിമകളുമായിട്ട് ഒരു ബന്ധമില്ലാത്ത സിനിമയാണ്. അല്ല, ഞാൻ അതൊക്കെ ഒരു ബെഞ്ച്മാർക്ക് സിനിമകളായിരുന്നല്ലോ. പിന്നെ മറ്റുള്ള ഭാഷയിൽ പറയുമ്പോൾ മലയാളത്തിൽ വാലിബൻ എന്ന ആൾക്കാർ പറയട്ടെ. തീർച്ചയായിട്ടും. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. താങ്ക് യു വെരി മച്ച്. താങ്ക് യു.